ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ആലപ്പുഴയിലാണ്. ആലപ്പുഴയിൽ നമ്മുടെ ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിൻ്റെ അവിടേക്ക് പോകുന്ന വഴി വഴിച്ചേരി പാലത്തിനടുത്താണ് ഈ ഒരു ഷോപ്പുള്ളത്. ക്യാച്ചി ക്രാഫ്റ്റ്സ് എന്ന ആർട്ട് മെറ്റീരിയൽ വിൽക്കുന്ന ഒരു കടയാണ്. അപ്പോൾ ആ കടയിലേക്ക് നമുക്കൊന്ന് പോകാം. ഇന്നൊരു പ്രധാനപ്പെട്ടൊരു വർക്ക് ചെയ്യുന്നുണ്ട്. വാ. ഇതാണ് കലേഷ് പൊന്നപ്പൻ. ഇദ്ദേഹം 12 വർഷമായിട്ട് എൻ്റെ ഒരു സുഹൃത്താണ്. ഞങ്ങളൊരു ഫേസ്ബുക്കിൽ ഒരു ആർട്ടിസ്റ്റ് ഗ്രൂപ്പുണ്ട്, എക്സോട്ടിക് ഡ്രീംസ് എന്നാണ് പേര്. ഞാനും രാകേഷും ഒക്കെ കലേഷും ഒക്കെ അതിൻ്റെ അകത്ത് മെമ്പർമാരാണ്. ഒരുപാട് വർഷങ്ങളായിട്ടുള്ളൊരു പരിചയമാണ് നമ്മുടെ കലേഷ് പൊന്നപ്പനുമായിട്ട്. അദ്ദേഹത്തിൻ്റെ വർക്കുകളാണ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും ചേർന്നിട്ടുള്ളൊരു ആർട്ട് മെറ്റീരിയൽ ഷോപ്പാണിത്. ഇത് മിസ്റ്റർ റോയാണ്, കലേഷിൻ്റെ സുഹൃത്താണ്. ഇദ്ദേഹം ഡിജിറ്റൽ ആർട്ട് ചെയ്യുന്നൊരു വ്യക്തി കൂടിയാണ്. ഇത് അദ്ദേഹത്തിൻ്റെ മറ്റൊരു സുഹൃത്താണ്, കലേഷിൻ്റെ മറ്റൊരു സുഹൃത്താണ് ഫിലിപ്പ്. അങ്ങനെ ഇവർ 3 പേരുമാണ് ഈ ഒരു ഷോപ്പ് നടത്തുന്നത്. ഇന്ന് നമ്മൾ ഈ ഒരു ഷോപ്പിലെ ആർട്ട് മെറ്റീരിയലുകൾ എല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് ഗാന്ധി ജയന്തിയുമായി ബന്ധപ്പെട്ട് നമുക്ക് മഹാത്മജിയുടെ ഒരു ചിത്രം നമ്മളിവിടെ ഇന്ന് തീർക്കുകയാണ്. അപ്പോൾ നമുക്കതിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മുടെ ചിത്രം ഇവിടെ പൂർത്തിയായി കഴിഞ്ഞു. ഈ ഷോപ്പിലെ ഏകദേശം കുറേ ആർട്ട് മെറ്റീരിയൽ നമ്മൾ ഈ ഒരു ചിത്രത്തിന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മളിത് 5ാമത്തെ ചിത്രമാണ്. എൻ്റെ 100 മീഡിയം എന്ന ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിലെ ഗാന്ധിജിയുടെ ചിത്രം തന്നെ 5ാമത്തെ ചിത്രമാണിത്. ആദ്യം നമ്മൾ ദീപങ്ങൾ ഉപയോഗിച്ച് ഗാന്ധിജിയുടെ ഒരു ചിത്രം 120 അടി വലുപ്പത്തിൽ ഉണ്ടാക്കിയിരുന്നു. അതുപോലെ തന്നെ 152 അടി വലുപ്പത്തിൽ ബലൂണുകൾ ഉപയോഗിച്ചും ചിത്രം ചെയ്തിരുന്നു.
കാർഷിക വിത്തുകൾ ഉപയോഗിച്ചൊരു 8 അടി വലുപ്പത്തിലും ഒരു ഗാന്ധിജിയുടെ ചിത്രം ചെയ്തിരുന്നു. പിന്നെ അത് കൂടാതെ 80 അടി വലുപ്പത്തിൽ ഒരു KVHS സ്കൂളിൽ വെച്ചിട്ട് കുട്ടികളെ ഉപയോഗിച്ചുകൊണ്ട് വലിയൊരു ചിത്രം അവിടെ നമ്മൾ രൂപപ്പെടുത്തിയിരുന്നു. ഇത് 5ാമത് ചെയ്യുന്നത് ആർട്ട് മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടുള്ള ചിത്രമാണ്. അത് നമ്മുടെ പ്രിയ സുഹൃത്തുക്കളായിട്ടുള്ള കലേഷും അതുപോലെ തന്നെ ഫിലിപ്പും അതുപോലെ തന്നെ റോയും ഒക്കെയാണ്. പിന്നെ നമ്മുടെ സഹായിയായിട്ട് വന്ന രാകേഷ് പള്ളത്തും. കൂടാതെ ഇതൊക്കെ നമ്മുടെ മുന്നിലേക്ക് എത്തിക്കുന്ന നമ്മുടെ സിംബാദ്, ക്യാമറമാൻ സിംബാദും നമ്മുടെ കൂടെയുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ഇവരുടെയൊക്കെ സഹായത്തോടു കൂടിയാണ് നമ്മൾ ഈ ഒരു ചിത്രം ഇപ്പോൾ ഇവിടെ പൂർത്തിയാക്കിയിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഒരുപാട് മെറ്റീരിയലുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഒരു ആർട്ടിന് വേണ്ട ഒട്ടുമിക്ക മെറ്റീരിയലും ഇതിനകത്തുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിക്കുകയാണ്. അടുത്ത വീഡിയോ ആയി കാണും വരെ